എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസമായിരുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ നമ്മളൊന്ന് വീഡിയോ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ സമയത്തിന് കുറച്ച് മുമ്പ് പബ്ലിഷ് ആവട്ടോ. അടുത്ത വീഡിയോ മുതൽ നമ്മൾ കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാജവാടി പ്രിൻറ്റിൽ വന്ന മെറ്റീരിയൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ലാൽജിവാല, നീലം, പിന്നെ കിരൺ ഗോൾഡ്, ഈ 3 ബ്രാൻഡിൻ്റെ ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര നാളായിട്ട് നമ്മൾ ചോദിക്കാത്തൊരു കാര്യം നമ്മുടെ വീഡിയോ കാണുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെടാൻ പോകുന്നുണ്ട് ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, ഈ കാണുന്നവരെല്ലാം ഒരു ലൈക്ക് വെച്ചിട്ടൊന്നും തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇത്രയും നല്ല റേറ്റിൽ നിങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കിട്ടാണ്ട് പോകുന്നുണ്ട്, ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാതെ പോകുന്നുണ്ട്. അപ്പം അവരിലേക്കും കൂടെ വീഡിയോ എത്തട്ടെ എന്നുള്ളൊരു ഇതിനകത്താണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 ഇംഗ്ലീഷ് ചാർട്ടിലും തന്നെ 2 ഡിസൈൻസ് ആണ് അത് തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടിലും 5 കളറിൻ്റെ സെറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 143 പ്ലസ് GST ആണ്. അപ്പോൾ GST ഉൾപ്പെടെ ഇതിനൊരു വില വന്നത് 150 രൂപ ഒരു പീസിൻ്റെ റേറ്റ് വരും കേട്ടോ. ഇത് യൂഷ്വലി 290 3 മീറ്റർ എന്ന് പറഞ്ഞ ഐറ്റമാണ്. 290 3 മീറ്റർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 290 വരെയാണ്, 290 പ്ലസ് ആണ് ഐറ്റം വന്നത്. നമ്മളതിന് 290 എന്നാണ് പറയാറുള്ളത്, 3 മീറ്റർ നമ്മൾ പറയാറില്ല. എന്ന് വെച്ചാൽ 3 മീറ്റർ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളങ്ങനെ 290 എന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ നമുക്ക് ഇതിൻ്റെ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10 പീസാണ്. ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി വരുന്നത് 10 പീസാണ്. നമുക്ക് റീറ്റെയിലും ഉണ്ട് കേട്ടോ. റീറ്റെയിലിൽ ഈ മെറ്റീരിയലിന് ഒരു പീസിന് വില വരുന്നത് 220 രൂപയാണ്. അപ്പോൾ റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഫോട്ടോസ് അതിനകത്ത് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ റീറ്റെയിലായിട്ട് എടുക്കുമ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ്. ഒരു പീസ് മുതൽ ഓർഡർ ചെയ്യാം. ഷിപ്പിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് വീണ്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കണുണ്ട് ഇവിടെ സ്പോട്ട് എവിടെയാണെന്നുള്ളത് ചോദിക്കണുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. നേരിട്ട് വരേണ്ടവർ ആ സമയത്ത് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. സൺഡേയ്സ് വർക്കിംഗ് അല്ല, സൺഡേയ്സ് ഓഫാണ്. ദൂരെ നിന്നൊക്കെ വന്നവരൊന്ന് വിളിച്ചിട്ട് വരണം കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വന്നത് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൂരെ നിന്ന് വന്നവരൊന്ന് വിളിച്ചിട്ട് വരണം. പിന്നെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂവാറ്റുപുഴ വന്നിട്ട് കീച്ചേരിപ്പടി നമ്മുടെ മാർക്കറ്റുണ്ട്, മൂവാറ്റുപുഴ മാർക്കറ്റിൻ്റെ എൻഡ്, അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് ഒരു 1/2 കിലോമീറ്റർ കയറി വന്നാൽ മതി. അപ്പം ലൊക്കേഷനും കാര്യം നമ്മൾ വേണമെങ്കിൽ അയച്ചു തരാം. അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോഴും വർക്കിംഗ് ടൈമിൽ വരാൻ ശ്രദ്ധിക്കുക. വർക്കിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊറിയറിൻ്റെ ഓഫീസിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാകും. അത് കാരണം പിന്നെ ഷോപ്പിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അജ്രക്കിൻ്റെ ചോദിക്കുന്നുണ്ടായിരുന്നു. അജ്രക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇനി പുതിയ സ്റ്റോക്ക് നമുക്ക് വരാനുണ്ട്. അപ്പം എപ്പോഴത്തേക്ക് വരും എന്ന് കറക്റ്റ് നമുക്ക് പറയാറായിട്ടില്ല. പുതിയ സ്റ്റോക്കിൽ എന്തായാലും ഐറ്റം വരാനുണ്ട്. നമുക്ക് അജ്രക്ക് വരാനുണ്ട്, 320 ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ വൈറ്റ് ഗോൾഡിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് വരാനുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഇടാൻ ഡിലേ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കുള്ള സമയമാണ്, സീസൺ സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ബണ്ടിൽ പൊട്ടിച്ച് കയറ്റി വെച്ചാൽ തന്നെ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. അതിന് മുമ്പ് ആ ബണ്ടിൽ തീർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിലുള്ള ഡിസൈൻസ് എല്ലാം. ഇതിനകത്ത് എല്ലാത്തിലും 30 പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 60 പീസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മെറ്റീരിയൽ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം ആരും വിട്ടുപോകരുത്. പിന്നെ ഇപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് മെറ്റീരിയലിൻ്റെ ഫോട്ടോ ഞങ്ങൾ തരും, അത് നിങ്ങൾ കസ്റ്റമറിനെ കാണിച്ച് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് നമ്മുടെ അടുത്ത് പ്ലേസ് ചെയ്യും. ആ ഒരു ടൈം ഗ്യാപ്പ്, അതായത് ഒരു 2-3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ മിക്ക മെറ്റീരിയലും നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലും ഫോട്ടോ നമ്മൾ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഫോട്ടോ ഇടുന്നത്. ആ ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് ഒരു മാക്സിമം 1/2 മണിക്കൂറിനുള്ള ഓർഡറെല്ലാം പ്ലേസ് ആവും. അപ്പോൾ മെറ്റീരിയൽ വേണ്ടവരെല്ലാവരും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യും. എല്ലാം സെറ്റ് വൈസ് തന്നെ അടിച്ച് ഓർഡർ കയറി വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ഓർഡർ എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പറയുക. അല്ലാണ്ട് ഇപ്പോൾ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് മെറ്റീരിയൽ കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മളിവിടെ രാഹുൽ, വർദ്ധമാൻ, ലാൽജിവാല അങ്ങനെ എല്ലാ മെയിൻ ബ്രാൻഡിൻ്റെ ഐറ്റംസ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കമ്പനീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഡിസൈൻസ് നല്ലതല്ല, കമ്പനിയുടെ പേര് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഐറ്റം വിറ്റുപോകില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഡിസൈൻസ് ചെയ്ത് കമ്പനിയാണ് തരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഇങ്ങോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞ റേറ്റിൻ്റെ താഴത്തേക്കുള്ള റേറ്റ് ഒന്നും നമ്മുടെ അടുത്തില്ല. ഈ റേറ്റ് മാത്രമാണ് ടോപ്പ് റേറ്റിൽ വന്ന ഐറ്റംസ്. അതായത് രാഹുൽ, വർദ്ധമാൻ എല്ലാ ബ്രാൻഡിൻ്റെ റേറ്റ് വേണ്ടത് ഈ റേറ്റാണ്, 143 പ്ലസ് GST ആണ്. പിന്നെ രാഹുലിൻ്റെ അൺമോൾ ക്വാളിറ്റിയാണ്, രാഹുൽ പ്രൊഡക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്. തുണിക്കുള്ള GST എന്ന് പറഞ്ഞാൽ 5% 10 രൂപയല്ല, അല്ലെങ്കിൽ 5 രൂപയല്ല. ചിലർക്കൊരു ധാരണയുണ്ട് 5% എന്ന് പറയുമ്പോൾ 5 രൂപയാണെന്നുള്ളത്. അത് 100 രൂപയ്ക്കാണ് 5% 5 രൂപ വരുള്ളൂ. ഇപ്പോൾ 143ൻ്റെ 5% എന്ന് പറയുമ്പം 7 രൂപ സംതിങ് വരും.
അപ്പോൾ നമുക്ക് 150 രൂപയാണ് ആവുന്നത്. 153 റേറ്റ് പോകുന്നില്ല. പിന്നെ റീറ്റെയിലിൻ്റെ കാര്യം ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റീറ്റെയിൽ എന്തിനാണ് ഈ റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ സാധാരണ മാർക്കറ്റ് വാല്യൂവിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മൾ ഒരു ഇതായിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ഷിപ്പിംഗ് ഫ്രീ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമാണ് എക്സ്ട്രാ ഒരു അഡീഷണൽ ഇതായിട്ട് കയറി വരുന്നുള്ളൂ. പിന്നെ ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിംഗ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഷിപ്പിംഗ് ചാർജസ് വന്നിട്ട് ഇപ്പോൾ 10 പീസ് അയക്കാൻ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ 140 രൂപ അവർക്കിടെ ചാർജ് വരും. ഇത് ഇന്ത്യ പോസ്റ്റിലേക്ക് നമ്മൾ അടയ്ക്കുന്ന റേറ്റാണ്. അത് നമ്മൾ ബില്ലിൻ്റെ ഒപ്പം വാങ്ങിക്കും. പിന്നെ കൊറിയർ വഴിയാണെങ്കിൽ 11 പീസിന് 100 രൂപയും 25 പീസിന് 175 രൂപയും. നിങ്ങൾ എപ്പോൾ എടുക്കുമ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 25 പീസ് കൊറിയർ വഴി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കുറച്ച് കൂടുതൽ അധികം വേണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ സർവീസിലും എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ നിയർ ബൈ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എറണാകുളം ജില്ലയുടെ പരിസരത്ത് അല്ലെങ്കിൽ കോട്ടയം അങ്ങോട്ട് ഇടുക്കി അങ്ങനെയൊക്കെ ആണെങ്കിൽ 160 രൂപയും, എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് അതായത് കേരളത്തിൻ്റെ ബാക്കി എല്ലാ സ്ഥലത്തും 190 രൂപയും വരും. ഇത് നമ്പർ ഓഫ് പാക്കേജസ് ഒരെണ്ണമാണെങ്കിൽ മാത്രമാണ് ഈ റേറ്റ് വരുന്നത്. പിന്നെ ബെയിലായിട്ടും ബണ്ടിലായിട്ടൊക്കെ എടുക്കുന്നവർക്ക് റേറ്റിൽ വ്യത്യാസമുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം എന്താ പറയുക ഒരു 30 രൂപ അഡീഷണൽ, അതായത് 190 കൂടെ ഒരു 30. തമിഴ്നാടൊക്കെ ആണെങ്കിൽ 220 ആ റേഞ്ചിലൊക്കെയാണ് കൂടുതലും വന്നത്. എല്ലാ പാഴ്സൽ സർവീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമറിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ പാഴ്സൽ സർവീസ് സെറ്റ് ചെയ്ത് വിടുന്നത്. പിന്നെ വലിയൊരു കാര്യമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പണ്ടത്തെ പോലത്തെ ഡിസൈൻസ്, അതായത് ചെറിയ ചെറിയ പൂ അങ്ങനത്തെ ഡിസൈൻസ് വരാത്ത, നേരെ താഴത്തേക്കുള്ള ഡിസൈൻസ് വരുന്നത്. അതിനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇനി മുതലുള്ള ഡിസൈൻസ്. ഓരോ കാലങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽസാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ താഴത്തേക്ക് വരുന്ന ഡിസൈൻസ് ഇതൊക്കെയാണ് മൾട്ടി യൂസാണ്. ടോപ്പ് ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഓക്കെ ആയിട്ടുള്ള ഡിസൈൻസാണെല്ലാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുന്നു നമ്മുടെ റെഗുലർ ഓഡിയൻസിനൊക്കെ. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ വീഡിയോയിലും ഏതാണ്ട് ഒരു 40-50% ആളുകൾ പുതിയതായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും വീണ്ടും വീണ്ടും പറഞ്ഞു. അത് ഡീറ്റെയിൽസ് കുറച്ച് ഞാൻ പറയുമ്പോൾ നമ്മളത് ഇഷ്ടംപോലെ പേര് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് വാട്സാപ്പിൽ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോകുമെന്ന് വെച്ചു. പിന്നെ വാട്സാപ്പിൽ കോൾ ചെയ്യരുത് കേട്ടോ, നമ്മളത് പറഞ്ഞേക്കണതാണ്. എന്ന് വെച്ച് വർക്കിംഗ് ടൈമിൻ്റെ ഒരുപാട് നിങ്ങൾ തന്നെ ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിലേ വരും, അത് പ്രോസസ്സ് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് കോൾ ചെയ്യരുതെന്ന്, മാക്സിമം കോൾ കുറച്ച് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഒരു മൾട്ടി ഡിവൈസിൽ വാട്സാപ്പ് ലോഗിനാണ്, എല്ലാ ഡിവൈസിലും ഒരുമിച്ചിരുന്ന് കോള് വരും, ഒരേ സമയത്ത് കോൾ റിങ് ആകും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതാണ്, അതുകൊണ്ടാണ് എല്ലാവരും കോൾ കുറയ്ക്കാൻ നമ്മൾ പറയുന്നത്. നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടാൽ മതി, നമ്മളത് എന്തായാലും മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മെസ്സേജിനുള്ള റെസ്പോണ്ട് ചെയ്തിരിക്കും. പിന്നെ അതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് മെസ്സേജ് വന്നാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുത്ത് പോകുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഒരിക്കലും വീഡിയോ പ്രതീക്ഷിച്ചിരിക്കരുത്. ഡിസൈൻ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, എപ്പോഴും സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ചിലതൊക്കെ വീഡിയോ പോലും നമ്മൾ ചെയ്യാറില്ല, സ്റ്റോക്കിൽ വന്ന് പോയി തീരാറുള്ളൂ. പിന്നെ റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഹോൾസെയിൽ വേണ്ടവർ വാട്സാപ്പിൽ ചെയ്തേക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് സംസാരിച്ചാൽ മതി. അപ്പോൾ അത് നേരം അതിനകത്ത് ഡീറ്റെയിലും കാര്യങ്ങളും ഫോട്ടോ എല്ലാം അയച്ചു തരും. ഈ ഡിസൈൻസ് അല്ലാതെ തന്നെ വേറെ ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്, നമ്മൾ വീഡിയോ ചെയ്യാത്ത ഡിസൈൻസും ഉണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടല്ലോ എന്ന് കരുതിയാണ് കുറച്ച് ഡിസൈൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ടവർ അതിനകത്ത് ചോദിച്ചാൽ മതി, നമ്മൾ ആ ഡിസൈൻസ് എല്ലാം അയച്ചു തരാം. പിന്നെ ആരും സ്ക്രീൻഷോട്ടൊന്നും അയക്കൊന്നും വേണ്ട കേട്ടോ. സ്ക്രീൻഷോട്ട് അയച്ചാൽ ഐറ്റം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈൻ ഇപ്പോൾ ഇന്നിട്ട് ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിസൈൻ അതിന് പകരം ഇപ്പോൾ തന്നെ കയറും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് സ്ക്രീൻഷോട്ട് അയക്കേണ്ട എന്നുള്ളത്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കില്ല. ഒന്നില്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇത് രണ്ടും വഴി മാത്രമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന കാരണം പകുതി ഡീറ്റെയിൽ ആരും കേൾക്കില്ല. അപ്പോൾ പിന്നെ ഇന്നാൾ നമ്മൾ അജ്രക്കിൻ്റെ വീഡിയോ ചെയ്തപ്പം ആ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്നാ പറയുക, കുറച്ച് പേര് മാത്രമാണ് അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഡീറ്റെയിലൊക്കെ ഒരുപാട് പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സമയക്കുറവ് മൂലമാണ് അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയാത്തത്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ എന്തെങ്കിലും തരത്തിൽ ലോണിൻ്റെ കാര്യങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കൊട്ടേഷനൊക്കെ വേണമെന്നുണ്ട്, അതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തു തരാം. അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ കൊട്ടേഷൻ എല്ലാ ബാങ്കുകളും അക്സെപ്റ്റ് ചെയ്യുന്നതുമാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഡിസൈൻസും കളക്ഷൻസും. എല്ലാവർക്കും എല്ലാ ഡിസൈൻസും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മെറ്റീരിയൽ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. നമ്മളതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എപ്പോഴും വില കൽപ്പിക്കുന്നതുമായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.